പുള്ളിക്ക് സംസാരിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളെ നമ്മുടെ ഈ ഒരു ക്യാമറ സെറ്റപ്പിന് ഒരു അപ്ഗ്രേഡ് കൊടുക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനം എടുക്കാനായിട്ട് പോകണം. അപ്പോൾ നമുക്ക് വീഡിയോസ് ഫുള്ളായി കാണാം. അപ്പോൾ നമുക്ക് എന്ത് സാധനം മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറേ നാളെ നമ്മുടെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ കാർ എടുത്താണ് പോണത്. വേറെ ഒന്നല്ല, കുറേ നാളെ എടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞു. അപ്പോൾ എന്തായാലും ബാ ഗൈസ്, നമ്മളങ്ങനെ പുതുക്കാട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു വെള്ളം മേടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എവിടെ നിർത്താം, പെട്രോൾ കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു, അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അറിയാണ്ട് പറ്റി കുറച്ച് കയ്യബദ്ധം കാരണം കുറച്ച് ഷോർട്സ് മിസ്സായിട്ട് അറിയാണ്ട് കാർഡ് ജസ്റ്റ് ഫോർമാറ്റ് ചെയ്ത് പോയി. മെയിനായിട്ട് നമ്മൾ എടുക്കാൻ പോയ സാധനത്തിൻ്റെ ഷോർട്സാണ് മിസ്സായത്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാൻ പോയ സാധനം നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനും എടുത്തിരിക്കണമെന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങളവിടെ നേരെ ഒരു ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കടയ്ക്ക് വന്നിരിക്കുകയാണ്. ഗൂഗിൾ പേ ഉണ്ടോ ആദ്യം ചോദിക്കട്ടെ. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? കൈസ് എത്തണപ്പോൾ ചായക്കടത്തിൽ ചേട്ടാ രണ്ട പരിപാടിയാണ് കൈസ്. വൈശാഖ് എന്ന പേര്. ഓക്കെ, എൻ്റെ പേര് ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് സംസാരിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. പരിപ്പാട് അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പുതുക്കാടെന്ന് നമ്മുടെ ചേർപ്പ് പോണ റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ആരെങ്കിലും കഴിവ് പോണ്ടെങ്കിൽ പരിപ്പാട് ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ്റെ ചായ പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ വഴിക്ക് പോകണമെന്ന് കയറി ട്രൈ ചെയ്യാൻ നോക്കാം. പുള്ളിയെ കണ്ടറിയാം, പാവം മനുഷ്യനാണ് അല്ലേ. ഹായ് ഹായ് കണ്ടാ, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാണ് കണ്ടറിയാം. അപ്പോൾ ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ടാറ്റ ബൈ, കാണാട്ടാ ഐസ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ബൈക്ക് എടുത്ത് ഒരു റൗണ്ട് അടിക്കണ്ടേ, ക്യാമറ കിട്ടിയിട്ട്. ഐസ് നമ്മളെ പുള്ളി വീണ്ടും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സംഭവം നോക്കി വെക്കാം ഐസ്. അപ്പോൾ പുള്ളി ചോദിച്ച സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച സംഭവങ്ങൾ ടി വിയിൽ വരുന്ന യൂട്യൂബിൽ വരുന്നുണ്ടാ സംസാരിച്ച സാധനം ടി വിയിൽ വരുന്ന അതിനോട് നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് മൂപ്പര് പറയാം. എനിക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലാവണത്. ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യണം. എനിക്കിത് കറക്റ്റ് അറിയില്ല, ആൾ എന്തൊക്കെ ഏരിയ കാണിക്കണം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആൾ എന്താ പറയുക, ടി വിയിൽ വരുമോ അങ്ങനെയൊക്കെയാണ് ചോദിക്കണേ. അപ്പം യൂട്യൂബിൽ ഇരുന്ന് പറയണത്, പക്ഷെ ആൾക്ക് ചെവി കേൾക്കാൻ പറ്റാതായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഫോൺ എടുത്ത് മൂപ്പരാൾക്ക് കാണിച്ചു കൊടുക്കില്ല, ഇങ്ങനെ യൂട്യൂബിനകത്ത് നമ്മുടെ ചാനലെടുത്ത് കാണിച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് അതിനകത്ത് ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആൾക്ക് കാണാലോ എന്ന് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലൈക്കൺ ഓൾ അടിച്ചിട്ടുണ്ട്. വരും നാളെ വരും. പറയാം ചായകളെ കുറിച്ച് പറയാം. അതിനകത്ത് ഫോണിൽ നാളെ വരും വീഡിയോ. ഓക്കെ, ബൈ, താങ്ക് യു, ശരി. പുള്ളിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് കാണാൻ വേണ്ടിയാണ് പുള്ളി എന്താ പറയുക ജസ്റ്റ് ഒന്ന് തിരിച്ചു വിളിച്ചത്. അപ്പോൾ അത് അവിടെ നിന്ന് തിരിച്ച് നടന്നു വന്നാണ്, വണ്ടി അവിടെ ഒതുക്കിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും പുള്ളിക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പിന്നെ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പുതുക്കാട് ഊരക റൂട്ടിൽ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ എന്താ പറയുക, ഇത്
വരുന്നത് നമ്മുടെ ആ ഷോപ്പിൻ്റെ അവിടെയാണ് ഷോപ്പ് വരുന്നത്. അത് പുതുക്കാട് നിന്ന് വരുന്ന വഴിയാണ്. ഇതാണ് ഊരകത്തേക്ക് പോണ വഴി. അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വഴിക്ക് പോകണവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് വണ്ടി എടുത്ത് ഞാൻ വീട്ടിൽ പോകാൻ നല്ലത്. വല്ലാണ്ട് ലേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്ക് ടു ഹോം. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം നമ്മുടെ വണ്ടി എടുത്തിട്ടൊന്ന് നമ്മുടെ ബൈക്ക് എടുത്തിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ, എങ്ങനെയുണ്ട് നമ്മൾ എടുത്ത സാധനത്തിൻ്റെ ഗുണം എന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ വീട്ടിലെത്തി കാണാം ഗൈസ്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോയി സ്പെയർ പാർട്സ് എടുക്കും. നമ്മുടെ ഷോപ്പിലേക്ക് ഒരു സ്പെയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെയർ പാർട്സ് ഷോപ്പിൽ പെട്രോൾ ഫിൽറ്റർ ഉണ്ടോ, പെട്രോൾ ടാപ്പ് ഉണ്ടോ? അവിടെ നിൽക്കുന്ന ചേച്ചിക്ക് ഒരു സംഭവം ഒന്നും ഒരു മനസ്സിലായില്ല. പക്ഷെ ലാസ്റ്റ് ഫോൺ വിളിച്ച് നമ്മൾ തപ്പി നോക്കിയിട്ട് നമുക്ക് സാധനം കിട്ടിയില്ല. പെട്രോൾ ട്യൂബ് അല്ലേ ചേട്ടാ, പെട്രോൾ ടാപ്പാണ് വേണ്ടത്. ഹലോ, ശരി ശരി നോക്കാം. അങ്ങനെ നമ്മളവിടെ കയറിയിട്ട് നമുക്ക് സാധനം കിട്ടിയില്ല. ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. സ്കാൻ ചെയ്യുമ്പോൾ എറർന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി QR കോഡ് തെറ്റി സ്കാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളത് നൈസായിട്ട് കറക്റ്റ് QR ഒക്കെ സ്കാൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 100 ml ഓയിലാണ് എടുത്തിരിക്കുന്നത്. 100 ml ഓയിൽ വരുന്നത് 32 രൂപയാണ്. ബാലൻസ് നമ്മൾ ഒരു 208 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. അപ്പോൾ ടോട്ടൽ 240 rupees ആയിട്ടുണ്ടായിരുന്നു പെട്രോളിന് മാത്രം. അപ്പോൾ ഇതുകൊണ്ട് നടക്കണമെങ്കിൽ ഓയിൽ അടിക്കാണ്ട് നമുക്ക് നടക്കില്ല കേസ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഓയിൽ അടിച്ചില്ലെങ്കിൽ പണി വളർന്ന വഴിയില്ല. അങ്ങനെ നമ്മുടെ പെട്രോളിങ് ആയിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വെച്ച് വിട്ടു. ഗൈസ് നമ്മളങ്ങനെ ആ ബാക്കിലത്തെ കേരിയർ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഡ്രില്ലൊരു റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഡ്രില്ലിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഡ്രില്ല് തിരിച്ചവിടെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് പോകണം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ബിറ്റ് നമ്മൾ മേടിച്ചാണ്. അപ്പോൾ അത് നമ്മൾ അഴിച്ചേക്കണം. അപ്പോൾ അഴിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ടായില്ല. ലാസ്റ്റ് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് കണക്ഷൻ കൊടുത്തിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അയക്കുക ചെയ്ത് നമ്മൾ ഈ സാധനം റെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചാടുക ആലിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ നമ്മളവിടെ സേഫായിട്ട് സാധനം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് കവർ അടിക്കാനായിട്ട് നമ്മൾ അടുത്ത് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സീറ്റ് അടിക്കാനായിട്ടുള്ള ടൂൾസാണ്. അപ്പോൾ അടുത്ത് കൈ പിടിച്ചത് മാത്രം. നമുക്ക് അവിടെ പോയിട്ട് ഇനി ആ ടൂൾസ് കിട്ടാണ്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ ടൂൾസ് എടുത്ത് കൈ പിടിച്ച് വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതേ നമ്മൾ നേരെ നിന്ന് പോകണം. നമ്മൾ സീറ്റ് കവർ അടിക്കാനാണ്. അപ്പോൾ സീറ്റ് കവർ അടിക്കുന്നത് പോയി കാണാം ബാക്കി ശേഷങ്ങൾ. അതുപോലെ നമ്മൾ ഈ മെഷീനൊക്കെ റെൻ്റ് എടുത്ത് നമ്മുടെ ചാഴൂർ ആലിൻ്റെ അവിടെ നിന്നാണ്, വടക്കാൽ എന്ന് പറയുന്നത്. ഇതിനവിടെ നിന്നാണ് റെൻ്റ് എടുത്ത്. അതുപോലെ തന്നെ സീറ്റ് കവർ അടിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്, രണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് സീറ്റ് കവർ അടിച്ച് നമ്മൾ സ്ഥിരമായിട്ട് അടിക്കാറുള്ളതാണ്. നമ്മുടെ ഷോപ്പിൻ്റെ ആവശ്യത്തിനൊക്കെ ഇവിടെ നിന്ന് നമ്മൾ സീറ്റ് കവർ ഞങ്ങൾക്ക് ചെയ്യാറ്. അങ്ങനെ നമ്മൾ എടുത്ത ടൈമിലാണ് ഈ പുള്ളി പുറത്തേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ നമ്മൾ തിരിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് വന്നപ്പോൾ തന്നെ പുള്ളിക്ക് സീറ്റ് കാനൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി നമുക്ക് പവർ ടൂൾസിൻ്റെ ഒരു ഷോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു. വാഴാൻ പുള്ളിയാണ് സ്ഥലം വന്നത്, നല്ല റേറ്റിന് ബെസ്റ്റ് റേറ്റിന് ചെയ്തിരുന്നു പറഞ്ഞു. നമ്മുടെ സീറ്റിനെ കുറിച്ച് ഹൈറ്റുള്ള കാരണം നമുക്ക് സീറ്റ് ഒന്ന് ജസ്റ്റ് ഹൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇരിക്കുമ്പോൾ അങ്ങോട്ട് താന്നു പോയിരുന്നു. അപ്പോൾ കറക്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടി സ്പോഞ്ച് കാനൊക്കെ ആഡ് ചെയ്ത് കറക്റ്റ് ലെവൽ ഷേപ്പ് ചെയ്ത് പുള്ളി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ചിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സീറ്റിൻ്റെ ഫൈനൽ ഔട്ട് എങ്ങനെയുണ്ട് സാധനം. അങ്ങനെ നൈസായിട്ട് നമുക്ക് ഇത് സാധനം നമ്മുടെ വണ്ടിയിലും സെറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മാണിക്കം എന്ന് പറഞ്ഞ ചേട്ടൻ. സീറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്തപ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി ഒരു ന്യൂ ലുക്കിലേക്ക് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഫ്രണ്ട് ഓയിൽ സീൽ ചെറിയ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി സെറ്റ് ആക്കണം. അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ബൈ.